This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. പെൻസിൽവാനിയ അസോസിയേഷൻ ഫോർ മലയാളീസ് പ്രോസ്പെരിറ്റി ആൻഡ് അഡ്വാൻസ്മെന്റ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ആഘോഷിച്ചു. പമ്പ പ്രസിഡന്റ് റവറന്റ് ഫിലിപ്സ് മോഡയിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പുതിയ പ്രസിഡന്റ് ജോൺ പണിക്കർ കാര്യപരിപാടികൾ നിയന്ത്രിച്ചു. ഡോക്ടർ ഈപ്പൻ ഡാനിയൽ മുഖ്യ സന്ദേശം നൽകി. കോർഡിനേറ്റർ അലക്സ് തോമസ്, സുധാ കർത്ത, വിൻസെന്റ് ഇമ്മാനുവൽ, അഭിലാഷ് ജോൺ, ഫിലിപ്പോസ് ചെറിയാൻ, തോമസ് പോൾ, ജോർജ് കുട്ടി ലൂക്കോസ്, വത്സ തട്ടാർക്കുന്നേൽ, ബ്രിജിത്ത് വിൻസെന്റ്, സുരേഷ് നായർ, മോഡി ജേക്കബ് എന്നിവർ ആശംസാ പ്രസംഗവും സുമോദ് നെല്ലിക്കാല നന്ദി പ്രകാശനവും നടത്തി. മേഴ്സി പണിക്കർ, രാജു പി ജോർജ്, സുമോദ് നെല്ലിക്കാല എന്നിവരുടെ ഗാനാലാപനത്തെ തുടർന്ന് വിവിധ എന്റർടൈൻമെന്റ് പരിപാടികൾ അരങ്ങേറുകയുണ്ടായി. പരിപാടികളോടനുബന്ധിച്ച് പ്രസിഡന്റ് റവറന്റ് ഫിലിപ്സ് മോഡയിൽ പുതിയ പ്രസിഡന്റ് ജോൺ പണിക്കർക്ക് ഔദ്യോഗിക രേഖകൾ കൈമാറി. ജനറൽ സെക്രട്ടറി ജോർജ് ഓലീക്കലിന് വേണ്ടി ജോയിന്റ് സെക്രട്ടറി തോമസ് പോൾ ഔദ്യോഗിക രേഖകൾ സ്വീകരിച്ചു. ട്രഷററായി സുമോദ് തോമസ് നെല്ലിക്കാല അധികാരമേറ്റു. വൈസ് പ്രസിഡന്റ് അലക്സ് തോമസ്, അസോസിയേറ്റ് സെക്രട്ടറി തോമസ് പോൾ, അസോസിയേറ്റ് ട്രഷറർ രാജൻ സാമുവൽ, അക്കൗണ്ടന്റ് ഫിലിപ്പോസ് ചെറിയാൻ, ഓഡിറ്റർ ജോർജ് പണിക്കർ എന്നിവരെ കൂടാതെ ചെയർപേഴ്സൺസായി സുരേഷ് നായർ, സുധാ കർത്ത, റവറന്റ് ഫിലിപ്സ് മോഡയിൽ, ജേക്കബ് കോര, മോഡി ജേക്കബ്, എബി മാത്യു, ഈപ്പൻ ഡാനിയൽ, രാജു പി ജോൺ, മോൻസൺ വർഗീസ്, ജോയി തട്ടാരംകുന്നേൽ, ടിനു ജോൺസൺ, വത്സ തട്ടാർക്കുന്നേൽ, സെലൻ ജോർജ്, അലക്സ് തോമസ്, കമ്മിറ്റി ചെയർമാൻ എന്നിവരെ കൂടാതെ റോണി വർഗീസ്, അഭിലാഷ് ജോൺ, ജോർജ് കുട്ടി ലൂക്കോസ്, വി ചെറിയാൻ, ജയ സുമോദ്, ഡൊമിനിക് ജേക്കബ് എന്നിവരെ കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.